ഒരു വമ്പൻ നേട്ടമാണ് ഇന്ത്യയുടെ ലാർസൻ ആൻഡ് ടൂബ്രോ കൈവരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആണവോർജ്ജ ശേഷിയിൽ ഗണ്യമായ ഉത്തേജനം നൽകിക്കൊണ്ട് ലാർസൻ ആൻഡ് ടൂബ്രോ ഹെവി എഞ്ചിനീയറിംഗ് വിഭാഗം കർണാടകയിലെ കൈഗ ആണവോർജ്ജ നിലയത്തിലേക്ക് ഷെഡ്യൂളിന് മുമ്പേ തന്നെ രണ്ടാമത്തെ സ്റ്റീം ജനറേറ്റർ അയച്ചിരിക്കുകയാണിപ്പോൾ. അതായത് ഇന്ത്യയിലെ തദ്ദേശീയമായ 10/700 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ഫ്ലീറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ സുപ്രധാന ഡെലിവറി ഗുജറാത്തിലെ ഹാസിറയിലുള്ള MM നായിക് ഹെവി എഞ്ചിനീയറിംഗ് കോംപ്ലക്സിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. 2070 രാജ്യത്തിന്റെ നെറ്റ് സീറോ കാർബൺ ഉത്ഭവനം ലക്ഷ്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇന്ത്യയുടെ ആണവോർജ്ജ പദ്ധതി ത്വരിതപ്പെടുത്തുന്നതിനുള്ള L&Tയുടെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്നതാണ് ഈ വമ്പൻ നേട്ടം. ഈ സ്റ്റീം ജനറേറ്റർ എന്ന് പറയുന്നത് ആണവോർജ്ജ ഉൽപാദനത്തിലെ ഒരു നിർണായക ഘടകമാണ്. ഒരു ന്യൂക്ലിയർ റിയാക്ടർ കോറിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം ഉപയോഗിച്ച് ജലത്തെ നീരാവിയാക്കി മാറ്റുന്ന ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. റിഫൈനറികൾ, ഓയിൽ, ഗ്യാസ്, പെട്രോ കെമിക്കൽസ്, രാസവളങ്ങൾ, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിൽ ആഗോളതലത്തിൽ സാങ്കേതിക പ്രാധാന്യമുള്ള ഉപകരണങ്ങളും സംവിധാനങ്ങളും നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡ് L&Tയുടെ ഹെവി എഞ്ചിനീയറിംഗ് വെർട്ടിക്കലിനുണ്ട്. COP 26 2070 നെറ്റ് സീറോ കാർബൺ ഉദ്വമനം കൈവരിക്കുക എന്ന അതിമോഹമായ ലക്ഷ്യം ഇന്ത്യ സ്വയം സജ്ജമാക്കി. ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ഊർജം, വ്യവസായം, ഗതാഗതം തുടങ്ങിയ നിർണായക മേഖലകൾ നിലവിലെ ഉൽപാദന രീതികളിൽ നിന്ന് കുറഞ്ഞ കാർബൺ സാങ്കേതിക വിദ്യകളിലേക്ക് മാറേണ്ടതുണ്ട്. അതായത് അടുത്ത 50 വർഷത്തേക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിനുള്ള അവസരമായാണ് നെറ്റ് സീറോ ലക്ഷ്യം സ്വയം അവതരിപ്പിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2070 ഇന്ത്യക്ക് ശുദ്ധവും താങ്ങാനാവുന്നതുമായ വൈദ്യുതി നേടാനും നെറ്റ് സീറോ ആകാനും കഴിയും. എന്നാൽ ഇത് ചെയ്യുന്നതിന് ഗണ്യമായ ആണവോർജവും പുനരുപയോഗിക്കാവുന്ന ഊർജവും ആവശ്യമായി വരും. 2021 നവംബറിൽ ഗ്ലാസ്ഗോയിൽ നടന്ന COP 26 കാലാവസ്ഥാ സമ്മേളനത്തിൽ 2070 ഇന്ത്യ ഒരു 0 കാർബൺ ഉദ്വമനം കൈവരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിജ്ഞയെടുത്തിരുന്നു. ഇത് നേടുന്നതിന് ഇന്ത്യയുടെ വൈദ്യുത മേഖലയിൽ നല്ലതുപോലെ കാർബണൈസ് ചെയ്യേണ്ടതുണ്ട്. 4 വ്യത്യസ്ത നെറ്റ് സീറോ പാതകളിലൂടെ രാജ്യത്തിന് എങ്ങനെ ശുദ്ധവും താങ്ങാനാവുന്നതുമായ വൈദ്യുതി നേടാനാകും എന്ന് പഠനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൽക്കരി ഇന്ത്യൻ ഊർജ്ജ സംവിധാനത്തിന്റെ നട്ടെല്ലായി അടുത്ത 2 പതിറ്റാണ്ടുകൾ കൂടി തുടരുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ഈ നെറ്റ് സീറോ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. 2070 നെറ്റ് സീറോ എന്ന ഇന്ത്യയുടെ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ കൂടുതൽ ആണവോർജം എളുപ്പത്തിലും നേരത്തെയും കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സ്ഥാപനപരമായ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കണം. ഇതിൽ പൊതു സ്വകാര്യ പങ്കാളിത്തവും ഉൾപ്പെടുത്തിയേക്കാം. വലിയ ഡിമാൻഡുള്ള വ്യാവസായിക ഓപ്പറേറ്റർമാരോടൊപ്പം ആണവോർജം, ഹൈഡ്രജൻ കോ ജനറേഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക സാമ്പത്തിക മേഖലകൾ സ്ഥാപിക്കണം. ഇതിന് ഗവൺമെന്റും അതോടൊപ്പം തന്നെ സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തവും ആവശ്യമാണ്. L&T നേടിയിരിക്കുന്ന ഈ വമ്പൻ നേട്ടം എന്ന് പറയുന്നത് 2070 നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇന്ത്യയെ വളരെയധികം തന്നെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.